ബി എന്ന ഓൾവേസ് ബി പോസിറ്റീവ്. അത് ആക്ച്വലി കൊള്ളാട്ടോ. ക്യൂരിയോസിറ്റി ഉണ്ടോ എന്തായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്? നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആൾക്കാര് ഈ കോയിൻസ് ഒക്കെ അന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനും ശരിക്കും ഈ നിലവറാന്ന് തന്നെ ഉള്ളത് തന്നെ കേസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് ആരും പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ഞാൻ പഴയ വല്യമ്മ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ അഴിവെച്ച് കുറെ മുറികൾ എന്താന്ന്, കുറെ മുറികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് ആരും നിലവറ എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചു നിലവറ എല്ലാം ഭൂമിയുടെ അടിയിലാന്നൊക്കെ, പക്ഷേ നിലവറയാണ് ഭൂമിയുടെ അടിയിലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം മുകളിൽ തന്നെ. ഈ നിലവറയുടെ വാതിൽ കണ്ടിട്ടുണ്ട്. അതെ അല്ലേ? ഇതുപോലൊരു തടിയല്ല, ഇരുമ്പ് വാതിൽ. അതിന്റെ മുകളിൽ ചെറിയൊരു വെന്റിലേറ്റർ പോലെ ഉണ്ട്. ഇപ്പൊ ഏതൊരു ഓസ്ട്രേലിയൻ ചാനലിലെ അവരിങ്ങനെ പറയുണ്ടായിരുന്നു, ബി നിലവറയ്ക്കകത്ത് മമ്മി ഉണ്ടെന്ന്. ഞാനും കേട്ടില്ലേ? അഗസ്ത്യമുനിയുടെ സമാധി ബി നിലവറയ്ക്കകത്ത് മമ്മിയുണ്ട്. ഇതുപോലെ കുറച്ച് ചാനലുകാരിങ്ങനെ വിളിച്ചു ചോദിച്ചു, സാർ ബി നിലവറ മമ്മി ഉണ്ടോ? ഞാൻ വന്ന് മമ്മി വെളിയിലും ഡാഡി വെളിയിലും, മമ്മി അകത്തും ഡാഡി വെളിയിലെന്ന് പറഞ്ഞു. എന്താ ചെയ്യല്ലേ, ഒരുപാട് ഈ ബി നിലവറയെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകളില്, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥകളിൽ 2 rooms, 2 മുറിയാണ്. ആദ്യത്തെ മുറി തുറന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇത് തുറക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ വാതിലിന്റെ ഒരു ഭാഗം കാലി വീഴുകയും മുറിയൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. ആണല്ലേ? ഈ ഇത് തുറക്കുന്നതോടെ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഇത് കേട്ടിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാനുള്ളൊരു അറിവില്ല. പക്ഷേ ഒരു വാതിലുണ്ടെങ്കിൽ അത് തുറക്കാൻ ഉദ്ദേശിച്ചായിരിക്കണം. പക്ഷെ എന്തുകൊണ്ട് തുറന്നുകൂടാ എന്നുള്ളത് നമുക്കിപ്പോൾ ഏറ്റവും നമ്മുടെ അറിവിന് അക്സെപ്റ്റ് ചെയ്യുന്ന ദേവപ്രശ്നമാണ്. ദേവപ്രശ്നത്തിൽ പറയുന്നു അത് തുറക്കാൻ പാടില്ല. ദേവപ്രശ്നത്തില് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഇത് തുറന്നു കഴിഞ്ഞാൽ പ്രളയം പോലെ ഉണ്ടാവും? പ്രളയം എന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞിരിക്കുന്ന ബാഡ് ഓമൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഫ്റ്റർ തുറക്കണ്ട, നാടിന് നല്ലതല്ലെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് പറഞ്ഞത്. ഇനിയിപ്പോൾ നാളൊരു കാലത്ത് ആരെങ്കിലും തുറന്നാല് അപ്പോഴറിയാം എൻ്റെ അകത്ത് എന്താന്ന്. ഇത് തുറക്കുക എന്നുള്ളൊരു കാര്യം ആദ്യം വന്നപ്പോഴേ എന്തായിരുന്നു ശരിക്കും ഫസ്റ്റ് മനസ്സിലുണ്ടായിരുന്നത്? അത്ര നാള് പെട്ടെന്നൊരു ദിവസം വരെ 2011 ആ സമയത്ത് അത് പെട്ടെന്നൊരു ഉത്തരവ് വരുന്നു. അതപ്പോ എങ്ങനെയായിരുന്നു അതിന്? അല്ല, ഞാൻ ചോദിക്കും, നമ്മുടെ ക്ഷേത്രം ഇപ്പൊ ആരുടെ ആയിക്കോട്ടെ, ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൽ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം ബാഹ്യശക്തികളുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും തുറക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിയും അവിടുത്തെ ക്ഷേത്രം നോക്കുന്നവരുടെ ഒരു തീരുമാനമാണെങ്കിൽ ശരി തുറക്കാം. ദേവപ്രശ്നത്തിൽ ഇതിപ്പോ തുറക്കണം എന്ന്, പക്ഷേ തുറക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടില്ല തുറക്കണം എന്ന്. അന്നത്തെ എനിക്ക് 2011 കമ്മിറ്റി തുറക്കാൻ എല്ലാ ഹൈക്കോടതിയോ മറ്റും പറഞ്ഞു എല്ലാ ഇതും തുറന്ന് കണക്കെടുക്കണം എന്നൊക്കെ. അന്ന് സുപ്രീം കോടതി പറഞ്ഞു. പിന്നെ ഇങ്ങനെ ബി നിലവറയെ പറ്റി അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാ വേണ്ട, പിന്നീട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടോ തുറന്നിട്ടുണ്ടെന്നൊക്കെ. എൻ്റെ അറിവിൽ തുറന്നതായിട്ട് അറിയില്ല. കുറെ റിപ്പോർട്ട്സും പത്ര റിപ്പോർട്ട്സും ഒക്കെ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അത് ഓൾറെഡി തുറന്നു, അത് 8 വട്ടം തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. വീഡിയോ എങ്ങനെ എടുക്കാം? ക്യാമറ പോലും ഇല്ലാത്ത കാലമാണ്. അല്ല, ആൾക്കാർ പറയുന്നതായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും ബി നിലവറയെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതിൽ വെച്ചിട്ട്? അത് ഈ പാമ്പ് വെളിയിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചില്ലേ, ഈ പാമ്പിന്റെ പടം, പൂട്ടില് പാമ്പ് ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നു, ഒരാൾ പാട്ട് വായിക്കുന്നു, പണമ്പ് തനിയെ പൂട്ടിന്റെ അവിടെ നിന്ന് മാറുന്നു, പൂട്ട് തുറക്കുന്നു, അകത്തോട്ട് പോകുന്നു. നമ്മൾ ഈ നാഗമാണിക്യമൊക്കെ സൂക്ഷിക്കുന്ന കഥകൾ കേട്ടിട്ടുള്ളത് പോലത്തെ പ്രസന്റേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞ സ്വർണ്ണ തേങ്ങയുണ്ടെന്ന്. അത് ബി നിലവറ എന്നാ പറഞ്ഞത്, പക്ഷെ ശരിക്കും എ നിലവറയിലാ ഉള്ളത്. ഉണ്ടോ? ഗോൾഡിന്റെ ഷേപ്പിൽ ഇരിപ്പുണ്ട്. ആണോ? ഒരെണ്ണം ചെറുത്, പക്ഷെ തൊട്ട് വെരി ഫ്ലിംസി, ചെറിയ ഗോൾഡ് വെച്ചാൽ ഉണ്ടാക്കുന്നത്. അത് സോളിഡ് അല്ല. ആണല്ലേ? അപ്പൊ ശരിക്കും അതൊക്കെ ഉള്ളതാണല്ലേ? കുറച്ചൊക്കെ ഉള്ളതാണ്, പക്ഷെ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമില്ല.
ഈ ആൾക്കാർ ഇതിന്റെ മൂല്യം നിർണ്ണയിച്ച് പറയുന്നത് പലയിടത്തും ശരിക്കും മൂല്യനിർണ്ണയം സംഭവിച്ചിരുന്നോ? ഇല്ല, ഫോട്ടോ എടുത്ത് ഡോക്യുമെന്റ് ചെയ്തേ ഉള്ളൂ, മൂല്യം ഇല്ല. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ദശലക്ഷം കോടികൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റിന്റെ കോയിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് 1340 മറ്റോ ഉള്ളത്. അപ്പൊ അതിന്റെ മൂല്യം എങ്ങനെ നിർണ്ണയിക്കാം? ഇപ്പം അത്രയും അതിന് ഒരുപാട് അറേബ്യൻ കോയിൻസ് ഉണ്ട്, ജാപ്പനീസ് ചെറിയ പെഗോഡാസ് പോലത്തെ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് കോയിൻസ് പോലെ. നാഗങ്ങളാണ് കാവലിരിക്കുന്നതെന്ന് പറയുന്നതിൽ അതിന്റെ എ നിലവറയുടെ ഭിത്തിയില് നമ്മളിങ്ങനെ ഈ ഭിത്തിയിൽ ഇത്രയും പൊക്കത്തൊരു നാഗത്തിനെ കൊത്തി വെച്ചിട്ടുണ്ട്. ആ ഭിത്തിയുടെ അപ്പുറത്താണ് ബി നിലവറ. അപ്പം ബി നിലവറയിൽ നാഗങ്ങൾ കാവലിരിക്കാൻ സാധ്യതയുണ്ട്. തള്ളിക്കളഞ്ഞൂടാ. ഈ കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. നാഗങ്ങൾ നിധിയുള്ളിടത്ത് നാഗം വരുന്നു പറയാം, നിധി കാക്കാൻ വേണ്ടി നാഗം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും സ്വത്ത് മറ്റേ ആഭരണങ്ങളൊക്കെ എൻ്റെ അകത്ത് ഇരിക്കുകയല്ലേ. അപ്പൊ അതിനെ സിംബലൈസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ആ കുത്തിവെച്ച്. പിന്നെയും പറയുന്നുണ്ട്, ഈ പണ്ടത്തെ കാലത്ത് ഈ നമ്മൾ ഈ മറ്റേ KCB കണ്ടില്ലേ, ഈ 2 എല്ലും തലയോട്ടും ഡേഞ്ചർ. പണ്ടത്തെ കാലത്ത് നാഗം വെക്കുന്ന ഡേഞ്ചറിന്റെ ഒരു സിംബോളിക് അന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തുറക്കാൻ പാടില്ല, അപകടം ഉള്ളതും സൂചനയായിരിക്കും. എന്തൊക്കെയല്ലേ. ഈ അമ്പലത്തിന് 6 അറകളുണ്ട്. 6ാമത്തെ അറ ഭഗവാന്റെ ആണ്. അത് മനുഷ്യനാൽ തുറക്കാൻ പറ്റില്ല. അതാണോ ബി? അല്ല, അത് അങ്ങനെ ഒരു കഥ കേട്ടു. അതാണോ ബി? അതായിരുന്നു എന്റെ ചോദ്യം. അതാണോ ബി? അതോ അങ്ങനെ ഒരു അറ വേറെ ഉണ്ടോ? 6 അറകളിൽ 6ാമത് ഭഗവാന്റെ, അത് മനുഷ്യനാൽ തുറക്കപ്പെടില്ല എന്നാണ് കേട്ടത്. 6 അറാന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കേസ് വന്നപ്പോ കേട്ടതല്ലേ? അത് ശരിക്കും ശ്രീകോവിലിന്റെ അവിടെ തന്നെ ഈ അറയല്ലേ, ഈ ഓരോന്ന് സൂക്ഷിക്കുന്ന മുറിയൊക്കെയാണ് ഇവര് അറയായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ തുറക്കാത്തത് ഈ ആകപ്പാടെ 2 ഉണ്ടെന്നുള്ളൂ, C വാൾട്ടും B വാൾട്ടും. ബാക്കി എല്ലാ അമ്പലം ദിവസവും ഓൾമോസ്റ്റ് തുറക്കുന്ന വാൾട്ടുകളാണ്. ഈ ഇത്രയും, അതായത് നമ്മുടെ ലോകത്തിലേക്ക് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്നുള്ളത് പറയുമ്പോൾ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, അത്രയും സമ്പന്നമാണ് അല്ലെങ്കിൽ അത്രയും സമ്പത്ത് ഈ രാജകുടുംബത്തിനും ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അത് പെരുമാറാൻ ഇവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടാവും? നമുക്ക് അമ്പലത്തിലെ സ്വത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇല്ലല്ലേ? ഇല്ല. ഇതെല്ലാം അമ്പലത്തിൽ നമ്മൾ ഈ ഒരു സാധനം അമ്പലത്തിൽ കാണിക്ക ഇടുന്നു, ഇപ്പൊ 100 രൂപ, തിരിച്ചത് എനിക്ക് അതിന് 50 രൂപ വേണമെന്ന് ചോദിക്കാം. ഇപ്പോൾ ഇതെല്ലാം അമ്പലത്തിൽ സബ്മിറ്റ് ചെയ്ത് തന്നെ. പിന്നെ പണ്ട് ഓരോ രാജാക്കന്മാരെ സ്ഥാനം ഏൽക്കുമ്പോൾ ഈ തുലാപുരുഷ ദാനം എന്നൊക്കെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു മറ്റേ ത്രാസിലെടുത്തും ഇപ്പുറത്ത് സ്വർണം കൊണ്ടുവയ്ക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വെയിറ്റ് അനുസരിച്ചുള്ള സ്വർണം ആവുമ്പോഴത്തേക്ക് ആ സ്വർണം അമ്പലത്തിൽ കൊടുക്കും. അങ്ങനെ അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ രാജാവിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ സ്വർണം കൂടുതൽ കിട്ടും, എന്നെ പോലത്തെ ആളാണെങ്കിൽ കുറച്ച് കിട്ടുള്ളൂ അല്ലേ?